എൽ ഹോസ്പിറ്റൽ റൂൾ 2 തിയറം 17 ആണ്. ലെറ്റ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പം എ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ വരെ ആകാം. പ്ലസ് ഇൻഫിനിറ്റി, അതായത് ആ ഇൻട്രവൽ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ ആകാം. കാരണം അതുകൊണ്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടേക്കുന്നത്. എയും ബിയും ഡിഫറൻ്റ് ആണ് കാണിക്കാനാണ് ലെസ് ദാൻ ഇട്ടേക്കുന്നത്. ആൻഡ് എഫ് ആൻഡ് ജി ബി ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻട്രവൽ എ ബി and g dash of x not equal to 0 for all x in open interval a b. അപ്പോൾ ആദ്യത്തെ പോർഷൻ നമ്മുടെ മറ്റേതിൻ്റെ അകത്തെ റൂള് പോലൊക്കെ തന്നെയാണ്. എഫും ജിയും ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻട്രവൽ എ ബി ആൻഡ് ജി ഡാഷ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ ഓപ്പൺ ഇൻട്രവൽ എ ബി. എന്നിട്ട് മറ്റോടത്ത് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫും ജിയും 0 എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ജിയുടെ ലിമിറ്റ് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റിയിൽ ഏതെങ്കിലും ഒന്നാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് ജി ഓഫ് എക്സ്. മറ്റിടത്ത് 0 ആയിരുന്നു നമ്മൾ പറഞ്ഞ ലിമിറ്റ് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 0 വരുന്ന കേസായിരുന്നു ഫസ്റ്റ് റൂളിൽ പറഞ്ഞത്. ഇവിടെ സെക്കൻഡ് റൂളിൽ പറയുന്നത് ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ വരുന്ന കേസാണ്. അതിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുവാണ്. ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ്. ഇതിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണെങ്കിലും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഫൈനൈറ്റ് വരാം. ഈക്വൽ ടു എൽ എ ഫൈനൈറ്റ് നമ്പർ ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. അപ്പം ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി വരുവാണേലോ മൈനസ് ഇൻഫിനിറ്റി വരുവാണേലോ ഡെറിവേറ്റീവിൻ്റെ എടുക്കുമ്പം ഒരു ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റും അതുതന്നെയായിരിക്കും. ഇനി നമ്മൾ പറയുന്നത് സെക്കൻഡ് കേസ്. ഇതെന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആവുന്ന കേസാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ വേർ എൽ എലമെൻറ്റ് ഓഫ് സെറ്റ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. അത് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നതും എല്ലായിരിക്കും. അപ്പോൾ പറയുന്നത് എന്താണ്? എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ദ ഓപ്പൺ ഇൻട്രവൽ എ ബി, ജി ഡാഷ് ഓഫ് എക്സ് എല്ലായിടത്തും നോൺ സീറോയും ആണെങ്കിൽ ജി ഓഫ് എക്സിന് ലിമിറ്റ് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ എഫ് ഡാഷ് ബൈ ജി ഡാഷ് ഒരു ഫൈനൈറ്റ് വാല്യൂ എടുക്കുവാണെങ്കിൽ എഫ് ബൈ ജിയുടെ വാല്യൂയും അതുതന്നെയായിരിക്കും. ഇനി എഫ് ഡാഷ് ബൈ ജി ഡാഷ് ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ എടുക്കുവാണെങ്കിൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ ആ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ ആയിരിക്കും. നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂള് ഫസ്റ്റ് എൽ ഹോസ്പിറ്റൽ റൂളിൻ്റെ ഏകദേശം അതേ പാറ്റേണിലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഗിവൺ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. നമുക്ക് തൽക്കാലം അത് പ്ലസ് ഇൻഫിനിറ്റി നിൽക്കാം. മൈനസ് ഇൻഫിനിറ്റിയുടെ കേസ് സിമിലർ ആണ്, പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി നിൽക്കാം. ഇനി തന്നിട്ടുണ്ട് ജി ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻട്രവൽ എ ബി ആൻഡ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ജി ഡാഷ് എല്ലായിടത്തും നോൺ സീറോ ആയതുകൊണ്ട് നമ്മൾ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ബി എടുക്കുവാണ്. എക്കും ബിക്കും ഇടയ്ക്ക് രണ്ട് നമ്പർ ആൽഫയും ബീറ്റയും എടുക്കുവാണെങ്കിൽ ഈ ആൽഫ ബീറ്റ എന്നുള്ള ക്ലോസ്ഡ് ഇൻട്രവലിൽ ജി ഡിഫറൻഷ്യബിളും ആയിരിക്കും കണ്ടിന്യൂസും ആയിരിക്കും. ജി ഡാഷ് എല്ലായിടത്തും നോൺ സീറോ ആയതുകൊണ്ട് റോൾസ് തിയറം വെച്ചിട്ട് നമുക്ക് പറയാം ജി ഓഫ് ആൽഫയ്ക്ക് ജി ഓഫ് ബീറ്റ ആകാൻ പറ്റത്തില്ല. കാരണം ജി ഓഫ് ആൽഫ ഈക്വൽ ടു ജി ഓഫ് ബീറ്റ ആയിരുന്നുവെങ്കിൽ ജി ഡാഷ് 0 വരുന്ന ഒരു പോയിന്റെങ്കിലും ഉണ്ടായിരുന്നു. ഇവിടെ ജി ഡാഷ് എല്ലായിടത്തും നോൺ സീറോ ആയതുകൊണ്ട് റോൾസ് തിയറം വെച്ചിട്ട് ജി ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ബീറ്റ എന്ന് നമുക്ക് പറയാം. ഒരിടത്തും ജി ഓഫ് ആൽഫയും ജി ഓഫ് ബീറ്റയും ഈക്വൽ ആകാൻ പറ്റത്തില്ല. കാരണം ഡെറിവേറ്റീവ് എല്ലായിടത്തും നോൺ സീറോ ആണ്. അപ്പോൾ നമുക്ക് ആൽഫ ബീറ്റ എന്നുള്ള ഇൻട്രവലിൽ ജി ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ബീറ്റ ആയതുകൊണ്ട് കോഷീസ് മീൻ വാല്യൂ തിയറം അനുസരിച്ച് ഈ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയ്ക്ക് ഒരു യു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ ജി ഓഫ് ബീറ്റ മൈനസ് ജി ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് യു ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് യു. അതിന് ഇക്വേഷൻ 1 നൽകുക. കോമൺ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അത് മറ്റിടത്ത് നമ്മൾ ഇങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. അപ്പം നമ്മൾ റോൾസ് തിയറം വെച്ചിട്ട് ജി ഡാഷ് എല്ലായിടത്തും നോൺ സീറോ ആയതുകൊണ്ട് ജി ഓഫ് ആൽഫയ്ക്കും ജി ഓഫ് ബീറ്റയ്ക്കും ഈക്വൽ ആകാൻ പറ്റത്തില്ല. ജി ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ബീറ്റ ആയതുകൊണ്ട് നമുക്ക്
മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ദർ എക്സിസ്റ്റ് എ യു എലമെൻറ്റ് ഓഫ് ആൽഫ ബീറ്റ എന്നുള്ള ഇൻ്റർവെല്ലാണ് റോൾസ് തിയർ അപ്ലൈ ചെയ്തത്. അപ്പോൾ ജി ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ബീറ്റ ആയതുകൊണ്ട് എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ ഡിവൈഡ് ബൈ ജി ഓഫ് ബീറ്റ മൈനസ് ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് എഫ് ഡാഷ് ബൈ ജി ഡാഷ് ഓഫ് യു ഫോർ സം യു ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് പറയാം. ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുക്കുക. ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ എൽ എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് റിയൽ നമ്പറാണ്. എന്നിട്ട് നമ്മൾ സപ്പോസ് ചെയ്യുവാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ്, ഇതല്ല നമ്മുടെ കയ്യിലുള്ളത്, എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ വേർ എൽ എലമെൻറ്റ് ഓഫ് ആർ. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് പാർട്ട്. നമുക്ക് ഈ ലിമിറ്റ് എഫ് ഡാഷ് ബൈ ജി ഡാഷ് ഒരു ഫൈനൈറ്റ് റിയൽ നമ്പർ ആണെന്നാണ് നമുക്കുള്ളത്. ഇനി നമ്മൾ എൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു പോസിറ്റീവ് റിയൽ നമ്പറായിട്ട് എടുക്കുന്നതെങ്കിൽ, നമ്മൾ പോസിറ്റീവിൻ്റെ കേസ് എടുക്കുന്നത് നെഗറ്റീവിൻ്റെ കേസ് സിമിലറായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ, അത് നമ്മൾ ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ദെയർ ഈസ് എ സി ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് എൽ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് സി എഫ് ഡാഷ് ഓഫ് ഡാഷിൻ്റെ ആണല്ലോ ജി ഡാഷ് ഓഫ് സി യു ആണ് ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ ഫോർ യു ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ സി. മുമ്പത്തെ പോലെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറഞ്ഞാൽ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a delta greater than 0 such that whenever L minus epsilon is less, whenever x element of a plus delta a plus ആയതുകൊണ്ട് a plus delta എന്നുള്ള ഇൻ്റർവെല്ലിൽ വരുമ്പോഴെല്ലാം എഫിൻ്റെ വാല്യൂ എൽ മൈനസ് എപ്സിലോണും എൽ പ്ലസ് എപ്സിലോണും ഇടയ്ക്ക് കിടക്കും. അപ്പോൾ നമ്മൾ അത് ഒരു പർട്ടിക്കുലറായിട്ട് പറയുവാണ്. ഈ ഒരു ഇൻ്റർവെല്ലിൽ എക്സ് എടുക്കുമ്പോഴെല്ലാം എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ബൈ ജി ഡാഷിൻ്റെ വാല്യൂ ആണ് എൽ. അപ്പോൾ നമ്മൾ പറയുവാണ് ഒരു എപ്സിലോൺ നമ്മൾ എടുത്താൽ ആ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് എ പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവെല്ലിലെ പോയിൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറയുവാണ് എയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുന്ന പോയിന്റ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സി ഇൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി such that whenever u belongs to എ സി എന്നുള്ള ഇൻ്റർവെൽ, ആ എ പ്ലസ് ഡെൽറ്റ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എക്കാളും കുറച്ചും കൂടെ വലിയ നമ്പറാണ് സി. ഈ സി എന്ന് പറയുന്നത് എ ബി കിടക്കുന്നുണ്ട്. അപ്പം വെന്നെവർ യു ബിലോങ്സ് ടു എ പ്ലസ് ഡെൽറ്റ ഫോമിലാണ് നമ്മൾ പറയുന്നത് എഫ് ഡാഷ് ബൈ ജി ഡാഷിൻ്റെ വാല്യൂ എൽ മൈനസ് എപ്സിലോണും എൽ പ്ലസ് എപ്സിലോണും ഇടയ്ക്കായിരിക്കും കിടക്കുന്നത്. ഇനി നമ്മൾ ആദ്യത്തെ നമ്മുടെ ഓൾറെഡി എഴുതി വെച്ചേക്കുന്നത് വെച്ചിട്ട് എഫ് ഡാഷ് ബൈ ജി ഡാഷ് എന്ന് പറയുന്നത് എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ ബൈ ജി ഓഫ് ബീറ്റ മൈനസ് ജി ഓഫ് ആൽഫ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൽ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ ജി ഓഫ് ബീറ്റ മൈനസ് ജി ഓഫ് ആൽഫ ഈസ് ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ. അതെപ്പോഴാണ് ഉള്ളത്? ഇത് ഉള്ളത് യു ബിലോങ്സ് ടു ആൽഫ ബീറ്റ എന്നുള്ള ഇൻ്റർവെല്ലായിരുന്നു. അപ്പോൾ ആൽഫ ബീറ്റ എന്നുള്ള ഇൻ്റർവെല്ലിൽ വരുമ്പോഴായിരുന്നു ഈ കണ്ടീഷനുള്ളത്. ഇതും ഈക്വലാണ്. ഇത് യു എലമെൻറ്റ് ഓഫ് എ സി വരുമ്പോഴാണ് ഇതുള്ളത്. അപ്പോൾ നമുക്ക് എ ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ സി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ആൽഫയും ബീറ്റയും വെച്ചിട്ട് ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ ഉള്ളത് യു എലമെൻറ്റ് ഓഫ് എ സി ഉള്ളപ്പോഴാണ്. ഇനി നമ്മൾ മുമ്പേ ആദ്യം എഴുതിയ കണ്ടീഷൻ എഫ് ഡാഷ് ഓഫ് യു ഈക്വൽ ടു ജി ഡാഷ് ഓഫ് യു ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ ഡിവൈഡ് ബൈ ജി ഓഫ് ബീറ്റ മൈനസ് ജി ഓഫ് ആൽഫ ഉള്ളത് യു എലമെൻറ്റ് ഓഫ് ആൽഫ ബീറ്റയാണ്. അപ്പോൾ യു എലമെൻറ്റ് ഓഫ് എ സി യു എലമെൻറ്റ് ഓഫ് ആൽഫ ബീറ്റയും കൂടെ ഒരുമിച്ച് നമ്മൾ കമ്പൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ യു എലമെൻറ്റ് ഓഫ് ആൽഫ ബീറ്റ യു എലമെൻറ്റ് ഓഫ് എ സി എന്ന് പറയുമ്പോൾ എയുടെയും സിയുടെയും ഇടയ്ക്കാണ് ആൽഫ ബീറ്റ വരുന്നത്. അതാണ് നമ്മൾ ഇതും കൂടെ കമ്പൈൻ ചെയ്തപ്പം നമുക്ക് എൽ മൈനസ് എപ്സിലോണും എൽ പ്ലസ് എപ്സിലോണിൻ്റെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കത്തെ എഫ് ഡാഷ് ബൈ ജി ഡാഷ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ ഡിവൈഡ് ബൈ ജി ഓഫ് ബീറ്റ മൈനസ് ജി ഓഫ് ആൽഫയുടെ വാല്യൂ എൽ മൈനസ് എപ്സിലോണും എൽ പ്ലസ് എപ്സിലോണും ഇടയ്ക്കാണ് കിട്ടി. വെന്നെവർ എ ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. കാരണം യുവിൻ്റെ വാല്യൂ ഈ സി എന്നുള്ള ഇൻ്റർവെല്ലിൽ കിടക്കണമല്ലോ, എ സി എന്നുള്ള ഇൻ്റർവെല്ലിൽ കിടക്കണം. അപ്പം നമുക്ക് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ പ്ലസ് ഇൻഫിനിറ്റിയിലോട്ട് പോകും എന്നാണ് എടുത്തേക്കുന്നത്.
ജി ഓഫ് എക്സ് പ്ലസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ജി ഓഫ് സിയുടെ വാല്യൂ പോസിറ്റീവാണ് എടുക്കാം. കാരണം ഇതൊരു വലിയ വാല്യൂയിലോട്ട് പോകുമ്പം ജി ഓഫ് സിയുടെ വാല്യൂ പോസിറ്റീവാണ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബീറ്റ ഈക്വൽ ടു സി നമ്മൾ എടുക്കുവാണെങ്കിൽ, ഈ ഇക്വേഷൻ്റെ അത് നമ്മൾ ബീറ്റ ഈക്വൽ ടു സി എടുക്കുവാണെങ്കിൽ എൽ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ ജി ഓഫ് സി മൈനസ് ജി ഓഫ് ആൽഫ ഈസ് ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ ഫോർ ആൽഫ ബിലോങ്സ് ടു എ സി. ആൽഫ എന്ന് പറയുന്നത് ഈ എയ്ക്കും സിക്കും ഇടയ്ക്കാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് എൽ ഹോസ്പിറ്റൽ റൂളിലെ പോലെ തന്നെ ഈ ഒരു കണ്ടീഷനിലോട്ട് എത്തി. ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ജി ഓഫ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് എക്സ് ടെൻസ് ടു എ പ്ലസ്. ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമുക്ക് ജിയുടെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് അങ്ങ് എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സി എന്നുള്ള പോയിന്റിൽ ജി ഓഫ് സി പോസിറ്റീവാണ്. എന്നിട്ട് ഈ ഇൻട്രവൽ ഈ ബീറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. അപ്പോൾ ബീറ്റയ്ക്ക് നമ്മൾ സി എന്നുള്ള വാല്യൂവിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എൽ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് ആൽഫ ഡിവൈഡ് ബൈ ജി ഓഫ് സി മൈനസ് ജി ഓഫ് ആൽഫ ഈസ് ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ വെൻ ആൽഫ ബിലോങ്സ് ടു എ സി എന്ന് കിട്ടി. ഇനി ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ജി ഓഫ് ആൽഫ ആൽഫ എന്ന് പറയുന്നത് എയോട് അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ ആണ്. അപ്പോൾ ആൽഫ ടെൻസ് ടു എ പ്ലസ് ആണെങ്കിൽ ജി ഓഫ് ആൽഫ ഇൻഫിനിറ്റിയിലോട്ട് പോകും. അപ്പോൾ അത് ജി ഓഫ് സി എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് ടേം, ഇത് ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് നമുക്ക് 0 പോകും എന്ന് പറയാമല്ലോ. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ആൽഫ ടെൻസ് ടു എ അല്ല എക്സ് അല്ല ആൽഫ എ പ്ലസിലോട്ട് പോകും. ആൽഫ എ പ്ലസിലോട്ട് പോവുകയാണെങ്കിൽ ജി ഓഫ് ആൽഫയുടെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകും. ജി ഓഫ് ആൽഫയുടെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകും. ജി ഓഫ് സി ഒരു പോസിറ്റീവ് നമ്പറും ആയതുകൊണ്ട് ഈ റേഷ്യോ എന്ന് പറയുന്നത് 0 പോകും. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു ആൽഫ ലിമിറ്റ് ആൽഫ ടെൻസ് ടു എ പ്ലസ് ഇത് ഗ്രേറ്റർ ടെൻസ് ടു 0 ആയതുകൊണ്ട് നമുക്കറിയാം ആൽഫ എന്ന് പറയുന്ന എ സി എന്നുള്ള ഇൻട്രവലിലെ ഒരു പോയിന്റ്. അപ്പം ആ എ സി എന്നുള്ള ഇൻട്രവലിൽ ആൽഫയുടെ വാല്യൂ എടുക്കുമ്പം നമുക്ക് ഈ ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കായിരിക്കും എന്ന് പറയാമല്ലോ. കാരണം ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെ ലിമിറ്റിംഗ് വാല്യൂ ആ ആൽഫ ടെൻസ് ടു എ പ്ലസ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് 0 ലെസ് ദാൻ ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ഈസ് ലെസ് ദാൻ 1 ഇഫ് ആൽഫ ബിലോങ്സ് ടു ഓപ്പൺ ഇൻട്രവൽ എ സി. കാരണം ഈ ലിമിറ്റിംഗ് വാല്യൂ 0 ആയതുകൊണ്ട് ആ ഒരു ഇൻട്രവലി മൊത്തം ആൽഫ എ സി എന്നുള്ള ഇൻട്രവലി മൊത്തം നമുക്ക് ഈ റേഷ്യോ എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും എന്ന് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഗ്രേറ്റർ നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റിയല്ലേ. കാരണം ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ലെസ് ദാൻ 1 ആയതുകൊണ്ട് 1 മൈനസ് ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കാരണം ഇത് 1നേക്കാളും ചെറുതാണ്. 1നേക്കാളും ചെറിയൊരു നമ്പർ 1ൽ നിന്ന് കുറയ്ക്കുമ്പം അത് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിന് എൽ സി എടുക്കുവാണെങ്കിൽ ജി ഓഫ് ആൽഫ മൈനസ് ജി ഓഫ് സി ഡിവൈഡഡ് ബൈ ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും ഫോർ ആൽഫ എലമെൻറ്റ് ഓഫ് ഓപ്പൺ ഇൻട്രവൽ എ സി. ഇതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കുക. ഇത് നമുക്ക് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 3 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ജി ഓഫ് ആൽഫ മൈനസ് ജി ഓഫ് സി ഡിവൈഡഡ് ബൈ ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. അതെന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, 1 മൈനസ് ജി ഓഫ് സി ഡിവൈഡ് ബൈ ജി ഓഫ് ആൽഫ. അപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് ഇതും വരുന്നത്. അപ്പോൾ നമ്മൾ 1 മൈനസ് ജി ഓഫ് സി ഡിവൈഡ് ബൈ ജി ഓഫ് ആൽഫ വെച്ചിട്ട് മൊത്തം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 മൈനസ് ജി ഓഫ് സി ഡിവൈഡ് ബൈ ജി ഓഫ് ആൽഫ വെച്ചിട്ട് നമുക്ക് ഈ കിട്ടിയേക്കുന്ന എൽ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് ആൽഫ ഡിവൈഡ് ബൈ ജി ഓഫ് സി മൈനസ് ജി ഓഫ് ആൽഫ ലെസ് ദാൻ എൽ പ്ലസ് 4. ഇതിനെ 3 എന്നും ഇതിനെ 4 എന്നും വിളിക്കാം. അപ്പോൾ നമുക്ക് 1 മൈനസ് ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം മൈനസ് എൽ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് ആൽഫ ഡിവൈഡ് ബൈ ജി ഓഫ് സി മൈനസ് ജി ഓഫ് ആൽഫ ഇൻറ്റു 1 മൈനസ് ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ. പോസിറ്റീവ് ആണെങ്കിൽ ഇൻഇക്വാളിറ്റി ചേഞ്ച് ചെയ്യാതിരിക്കുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് യൂസ് ചെയ്തേക്കുന്നത്. പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല. ഈസ് ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ
into 1 minus g of c by g of alpha, where alpha belongs to AC. 1 minus g of c by g of alpha into L minus epsilon is less than, നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ f of c minus f of alpha divided by g of c minus g of alpha into g of alpha minus g of c divided by g of alpha is less than L plus epsilon into 1 minus g of c by g of alpha എന്ന് വരും. ഇതിൽ g of c minus g of alpha ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പം ഇവിടെ ഒരു -1 വരും. So this is equal to 1 minus g of c by g of alpha into L minus epsilon is less than, മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എഫ് ഓഫ് ആൽഫ മൈനസ് എഫ് ഓഫ് സി എന്ന് എഴുതാലോ. എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് ആൽഫയാണ്. -1 ഉള്ളതുകൊണ്ട് ഇനിക്വാളിറ്റിക്കകത്ത് നമ്മൾ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് എഫ് ഓഫ് ആൽഫ മൈനസ് എഫ് ഓഫ് സി എന്നാകും. ഡിവൈഡഡ് ബൈ ജി ഓഫ് ആൽഫ ഈസ് ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ എന്ന് വരും. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. L minus epsilon into 1 minus g of c by g of alpha is less than f of alpha divided by g of alpha minus f of c divided by g of alpha is less than L plus epsilon into 1 minus g of c by g of alpha എന്ന് പറയാം. അപ്പോൾ ഈ ഇനി നമ്മൾ ഇതിൻ്റെ എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെയും ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെയും ലിമിറ്റിംഗ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ 5 എന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ, ആൽഫ ആസ് എക്സ്റ്റെൻസ് ടു ആൽഫ ടെൻസ് ടു എ പ്ലസിൽ ഇത് 0 പോകുമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എഫിൻ്റെ വാല്യൂ എഫ് ബൈ ജിയും എടുക്കുമ്പം ജി ഓഫ് ആൽഫ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതുകൊണ്ട് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയും ടെൻസ് ടു 0 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ രണ്ടിലെ ലിമിറ്റിംഗ് വാല്യൂ 0 ആയതുകൊണ്ട് ലിമിറ്റ് 0 പോകുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ വാല്യൂ എഫ് മൈനസ് 0 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അല്ലെങ്കിൽ എഫിൻ്റെ വാല്യൂ എപ്സിലോൺ മൈനസ് എപ്സിലോണും ഇടയ്ക്ക് എടുക്കാം. നമ്മളിവിടെ എപ്സിലോണ് പകരം ഡെൽറ്റ യൂസ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫോർ എനി ഡെൽറ്റ വിത്ത് 0 ലെസ് ദാൻ ഡെൽറ്റ ലെസ് ദാൻ 1 there exists a d in open interval AC. നമ്മൾ പറയുന്ന ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ എപ്സിലോൺ വരും ഡെൽറ്റയാണ് എടുക്കുന്നതെന്നുള്ളത്. ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മൈനസ് ഡെൽറ്റ ഈസ് ലെസ് ദാൻ എഫ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ വെൻ എക്സ് എലമെൻറ്റ് ഓഫ് എ പ്ലസ്, ഇവിടെ നമുക്ക് എപ്സിലോൺ ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്സിലോൺ ആണ്. എ പ്ലസ് ഡെൽറ്റ എന്നുള്ള ഇൻ്റർവലിൽ വരുമ്പം എഫിൻ്റെ ലിമിറ്റ് 0 ആണെങ്കിൽ എഫിൻ്റെ വാല്യൂ മൈനസ് എപ്സിലോണും പ്ലസ് എപ്സിലോണും ഇടയ്ക്ക് കിടക്കും. ഇവിടെ എയും എ പ്ലസ് ഡെൽറ്റ ഇവിടെ നമ്മൾ എ സി എന്നുള്ള ഇൻ്റർവൽ, ഡെൽറ്റയ്ക്ക് പകരം സി ഉള്ള ഇൻ്റർവൽ യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ എപ്സിലോണ് പകരം ഡെൽറ്റയും യൂസ് ചെയ്താൽ എഫിൻ്റെ വാല്യൂ മൈനസ് ഡെൽറ്റയ്ക്കും പ്ലസ് ഡെൽറ്റയ്ക്കും ഇടയ്ക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡി എലമെൻറ്റ് ഓഫ് എ സി ഈ ഒരു ഇൻ്റർവലിൽ കിടക്കുവാണെങ്കിൽ നമുക്ക് 0 ലെസ് ദാൻ ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ഈസ് ലെസ് ദാൻ 1. അത് ഓൾറെഡി നമ്മൾ എടുത്തേക്കുന്നതാണ്. 0 ലെസ് ദാൻ ജി ഓഫ് സി ലെസ് ദാൻ ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ നമുക്ക് 0 ലെസ് ദാൻ ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയാം. ഇനി എഫ് ഓഫ് സി ബൈ എഫ് ഓഫ് ജി ഓഫ് ആൽഫയുടെ വാല്യൂ 0 പോകുന്നതുകൊണ്ട് മോഡുലസ് ഓഫ് എഫ് ഓഫ് സി ഡിവൈഡഡ് ബൈ ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയില്ല. എഫ് ഓഫ് സി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് മോഡുലസ് എടുത്തേക്കുന്നത്. എഫ് ഓഫ് ജി ഓഫ് ആൽഫ പ്ലസ് ഇൻഫിനിറ്റി ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും ഫോർ ആൽഫ എലമെൻറ്റ് ഓഫ് എ ഡി. ആൽഫ എ ഡി എന്നുള്ള ഇൻ്റർവലിൽ കിടക്കുമ്പോൾ എ തൊട്ട് എ പ്ലസ് ഡെൽറ്റ വരെ ഫോമിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ലിമിറ്റ് ആൽഫ ടെൻസ് ടു എ പ്ലസ് ആയതുകൊണ്ട് എ ഡി എന്നുള്ള ഇൻ്റർവലിൽ നമ്മൾ എടുക്കുമ്പം ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റയും മോഡ് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റയും വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കും. ഇവിടെ എന്ത് വരും? എൽ മൈനസ് എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് ഡെൽറ്റ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് ആൽഫ ബൈ ജി ഓഫ് ആൽഫ മൈനസ് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ഈസ് ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ ഇൻറ്റു
1 മൈനസ് ഡെൽറ്റ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അത് നമ്മളിങ്ങോട്ടൊന്ന് എഴുതുവാണെങ്കിൽ L minus epsilon into 1 minus delta is less than f of alpha by g of alpha minus f of c by g of alpha is less than L plus epsilon into 1 മൈനസ് ഡെൽറ്റ എന്ന് പറയാമല്ലോ. ഇനി നമ്മൾ ഈ എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പോൾ നമുക്കിത് എൽ മൈനസ് എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് ഡെൽറ്റ ഇതിനിങ്ങോട്ട് കൊണ്ടുപോകുമ്പം ഇങ്ങോട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ അത് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെ മിനിമം വാല്യൂ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയാണ്. അപ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ മൈനസ് ഡെൽറ്റ വെച്ച് റീപ്ലേസ് ചെയ്തു. എഫ് ഓഫ് ആൽഫ ബൈ ജി ഓഫ് ആൽഫ ഈസ് ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് ഡെൽറ്റയെ നമുക്ക് എൽ പ്ലസ് എപ്സിലോൺ വെച്ച് റീപ്ലേസ് ചെയ്ത എൽ പ്ലസ് എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് ഡെൽറ്റയേക്കാളും വലുതായിരിക്കും എൽ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത്. കാരണം 1 മൈനസ് ഡെൽറ്റ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമ്മൾ അതിനേക്കാളും വലിയ എൽ പ്ലസ് എപ്സിലോൺ വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ എടുക്കാം. ഇനി ഇവിടെ പ്ലസ് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ നമ്മൾ ലെസ് ദാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മാക്സിമം വാല്യൂ വെച്ച് വേണം റീപ്ലേസ് ചെയ്യാൻ. ഇവിടെ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തു. ഇവിടെ നമ്മൾ മൈനസ് ഡെൽറ്റ വെച്ച് റീപ്ലേസ് ചെയ്തു. ഇവിടെ വരുമ്പോൾ നമ്മളതിനെ പ്ലസ് ഡെൽറ്റ വെച്ചിട്ട് വേണം റീപ്ലേസ് ചെയ്യാൻ. കാരണം ഈ എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെ മിനിമം വാല്യൂ മൈനസ് ഡെൽറ്റയും മാക്സിമം വാല്യൂ പ്ലസ് ഡെൽറ്റയും. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മിനിമം വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തു. ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തു. പിന്നെ ഓർക്കേണ്ട കാര്യം ഇവിടെ എൽ പ്ലസ് എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് ഡെൽറ്റയ്ക്ക് പകരം നമ്മൾ എൽ പ്ലസ് എപ്സിലോണെ എടുക്കുന്നുള്ളൂ. കാരണം 1 മൈനസ് ഡെൽറ്റ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടി? എൽ മൈനസ് എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് ഡെൽറ്റ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് ആൽഫ ബൈ ജി ഓഫ് ആൽഫ ഈസ് ലെസ് ദാൻ എൽ പ്ലസ് എപ്സിലോൺ പ്ലസ് ഡെൽറ്റ എന്ന് കിട്ടും. അതായത് നമ്മൾ ഇവിടുത്തെ ആ 1 മൈനസ് ഡെൽറ്റ കളഞ്ഞു. പിന്നെ ഓർക്കേണ്ട കാര്യം ഇവിടെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ മൈനസ് ഡെൽറ്റയും ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ പ്ലസ് ഡെൽറ്റയുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് 1 എപ്സിലോൺ ബൈ മോഡൽ പ്ലസ് 1. കാരണം നമുക്ക് പലത് വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ 1 എപ്സിലോൺ ബൈ മോഡൽ പ്ലസ് 1 എടുത്തേക്കുന്നത്. നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്ന മിനിമം ഓഫ് ദിസ് എടുക്കുമ്പം നമുക്ക് എൽ മൈനസ് 2 എപ്സിലോൺ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് ആൽഫ ബൈ ജി ഓഫ് ആൽഫ ഈസ് ലെസ് ദാൻ എൽ പ്ലസ് 2 എപ്സിലോൺ കാണിക്കാം. അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വലുതായതുകൊണ്ട് നമുക്ക് ഈ പ്രൂഫ് തന്നെ വളരെ വലുതായതുകൊണ്ട് അത് കാണിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അങ്ങ് എടുത്താൽ മതി. അപ്പം നിങ്ങൾ എഴുതിയാൽ മതി ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് ദിസ് എടുക്കുമ്പോൾ. കാരണം ഡെൽറ്റ എന്ന് പറയുന്നത് എപ്സിലോണേക്കാളും ചെറുതാണ്, 1നേക്കാളും ചെറുതാണ്, എപ്സിലോൺ ബൈ 1 പ്ലസ് മോഡൽ പ്ലസ് 1നേക്കാളും ചെറുതാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഈ എൽ മൈനസ് എപ്സിലോൺ ഇൻറ്റു ദിസ് മൈനസ് ഡെൽറ്റയെ ഈ 1 മൈനസ് ഡെൽറ്റ നമുക്ക് കളഞ്ഞ് ഈ മൈനസ് ഡെൽറ്റയ്ക്ക് വരെ എപ്സിലോൺ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എൽ മൈനസ് 2 എപ്സിലോൺ. അതുപോലെ തന്നെ ഇവിടെ ഡെൽറ്റയ്ക്ക് വരെ എപ്സിലോൺ വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ എൽ മൈനസ് 2 എപ്സിലോൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ബൈ ജി ഓഫ് ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ പ്ലസ് 2 എപ്സിലോൺ എന്ന് കിട്ടി. അത് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കുമ്പം കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി എപ്സിലോൺ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലാന്ന് പറയാം. വേറെ എല്ല് പോസിറ്റീവാണ് നമ്മൾ എടുത്തേക്കുന്നത്. എൽ ഈക്വൽ ടു 0യുടെ കേസും എല്ല് ലെസ് ദാൻ 0യുടെ കേസും നമുക്ക് സിമിലറായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു തിയറമാണ്. അപ്പം നമ്മൾ ഈ ഒരു പാർട്ട് മാത്രമേ പ്രൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പം എയുടെ വാല്യൂ മൈനസ് ഇൻഫിനിറ്റിക്കും പ്ലസ് ഇൻഫിനിറ്റിക്കും ഇടയ്ക്കാണ് കിടക്കുന്നത്. എഫും ജിയും ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി, ജി ഡാഷ് നോൺ സീറോയുമാണ്. എന്നിട്ട് ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി, നമ്മൾ പ്ലസ് ഇൻഫിനിറ്റിയാണ് എടുത്തേക്കുന്നത്. ഇനി ജി ഡിഫറൻഷ്യബിളും നോൺ സീറോ ആയതുകൊണ്ട് നമുക്ക് റോൾസ് തിയറം വെച്ചിട്ട് ജി ഓഫ് ആൽഫ നോട്ട് ഈക്വൽ ടു ജി ഓഫ് ബീറ്റ എന്ന് പറയാം. എന്നിട്ട് കോഷീസ് മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ഇത് പറയാൻ പറ്റും. ഇനി നമ്മൾ എടുത്തത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് ബൈ ജി ഡാഷ് എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് വാല്യൂ എല്ലാണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് ഈക്വൽ ടു എൽ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ എഫ് ഓഫ് യുവിൻ്റെ എഫ് ഡാഷ് ബൈ ജി ഡാഷിൻ്റെ വാല്യൂ എൽ മൈനസ് എപ്സിലോണും എൽ പ്ലസ് എപ്സിലോണും ആണെന്ന് പറയാം. ഇനി എഫ് ഡാഷ് ബൈ ജി ഡാഷിനെ ഇക്വേഷൻ 1 വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി ജി ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്, അതുകൊണ്ട് ജി ഓഫ് സി നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ബീറ്റ ഈക്വൽ ടു സി കൊടുക്കുമ്പോൾ ജി ഓഫ് സി പോസിറ്റീവാണ്. അപ്പം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് ആൽഫ ബൈ ജി ഓഫ് സി മൈനസ് ജി ഓഫ് ആൽഫ. ഇനി ജി ഓഫ് സി ഡിവൈഡഡ് ബൈ ജി ഓഫ് ആൽഫയുടെ ലിമിറ്റ് പോസിറ്റീവ് ടെൻസ് ടു 0 എന്ന് നമുക്ക് പറയാം. കാരണം എ ടെൻസ് ടു എ പ്ലസ് ആൽഫ ടെൻസ് ടു എ പ്ലസിൽ ഇത് ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഇത് ടെൻസ് ടു 0. അതുകൊണ്ട് ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെ വാല്യൂ ലെസ് ദാൻ 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം 1 മൈനസ് ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഈ ഒരു ടേം വെച്ച് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുവാണ് പിന്നെ ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ ഈ ജി ഓഫ് സി 1 മൈനസ് ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. എന്നിട്ട് ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെയും ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയെയും നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പം ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ടെൻസ് ടു 0, എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ടെൻസ് ടു 0 ആയതുകൊണ്ട് നമ്മളൊരു ഡെൽറ്റ പോസിറ്റീവായിട്ട് എടുത്താൽ നമുക്ക് ജി ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ എന്നും മോഡ് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ എന്നും പറയാം. അപ്പോൾ നമ്മൾ ഇതിനെ ഡെൽറ്റ വെച്ചിട്ട് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയെ ഈ സൈഡിൽ എടുക്കുമ്പോൾ മൈനസ് ഡെൽറ്റ വെച്ചിട്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ പ്ലസ് ഡെൽറ്റ വെച്ചും റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എൽ മൈനസ് എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് ഡെൽറ്റ ഈസ് ലെസ് ദാൻ കിട്ടി. ഇനി ഈ എൽ പ്ലസ് എപ്സിലോൺ ഇൻറ്റു 1 മൈനസ് ഡെൽറ്റയ്ക്ക് പകരം എൽ പ്ലസ് എപ്സിലോൺ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇനി എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിൻ്റെ മിനിമം ഇവിടെ പ്ലസ് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫ ആണ്, അതിൻ്റെ മിനിമം വാല്യൂ മൈനസ് ഡെൽറ്റയാണ്. ഇവിടെ വരുമ്പോൾ അത് പ്ലസ് എഫ് ഓഫ് സി ബൈ ജി ഓഫ് ആൽഫയുടെ മാക്സിമം വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്കിത് കിട്ടി. എന്നിട്ട് നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് ദിസ് എടുക്കുമ്പം നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്ത് എൽ മൈനസ് 2 എപ്സിലോണും എൽ പ്ലസ് 2 എപ്സിലോണും ഇടയ്ക്കാന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറയാൻ പറ്റും. സെക്കൻഡ് പാർട്ട് നമുക്ക് പിന്നെ ചെയ്യാം.